ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ, നമ്മുടെ കണ്ണൻ ആ വീൽ ചെയറിൽ നിന്ന് അങ്ങനെ ചുവടുകൾ വെക്കാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ് അല്ലേ. അതിനുവേണ്ടി നമ്മുടെ തോമസ് ഡോക്ടർ തന്നെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മനസ്സ് തളർന്നിരുന്ന നമ്മുടെ കണ്ണനെ വീണ്ടും ഒന്നും കൂടെ മനസ്സിന് ധൈര്യം കൊടുത്ത് ആ ഒരു സിറ്റുവേഷനിൽ കണ്ണൻ എഴുന്നേറ്റ് രണ്ടടി വെച്ച് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് വരുന്ന സീന് നമ്മൾ കണ്ടതാണ് അല്ലേ. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കണ്ണൻ പുതിയൊരു ജീവിതത്തിലോട്ട് ചുവട് വെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ പുതിയ പുതിയ പല പദ്ധതികളും നമ്മുടെ കരുണയും ഉണ്ണിയും മുത്തശ്ശിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ ബർത്ത്ഡേ പിറന്നാൾ വരെയാണ്. അപ്പോൾ ആദ്യം വീട്ടിൽ പ്രതാപനും മുത്തശ്ശിയൊക്കെ പിന്നെ അതിനല്ലേ സമയം, പിന്നെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാം എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അവർ നിന്നത്. പക്ഷേ പിന്നെ നമ്മുടെ കരുണ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതായത് ഇനി മഹാലക്ഷ്മിയും കണ്ണനും ജീവിച്ചിരുന്നാൽ നമ്മുടെ നാശത്തിനാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഇതോടുകൂടി അമ്മയുടെ പിറന്നാളോടുകൂടി വകവരുത്തണം എന്നുള്ള രീതിയിൽ കരുണ ഒരു മുത്തശ്ശിയോട് കൂടെ ചേർന്ന് ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ പ്ലാനൊക്കെ ആസൂത്രണം ചെയ്തോ, പക്ഷേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നീ ഓർത്തോണം. അത് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം, ഉണ്ണിയേട്ടൻ അതിൽ കൂടുതൽ വറീഡാവണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിക്ക് അറിയാവുന്ന ഒരു വൈദ്യൻ്റെ അടുത്ത് പോവാണ്. അവിടെ ചെന്നിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് മുത്തശ്ശി പറയുകയാണ്. ഒരാളുടെ ജീവൻ പെട്ടെന്ന് ഒരാൾ മരണപ്പെടണം, പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മരുന്നായിരിക്കണം. എന്ന് വെച്ചാൽ ഡോക്ടർമാർ പോലും ആ മരണകാരണം ഇന്നതാണ് എന്ന് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള ഒരു മരുന്ന് തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈദ്യം പറയുന്നുണ്ട്, മരുന്നൊക്കെ തരാം, പക്ഷെ നല്ല ചിലവുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറഞ്ഞു, പൈസയൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എത്ര വേണമെങ്കിലും പണം ഞാൻ തരാം, പക്ഷേ എനിക്ക് വൈദ്യർ അതിന് തക്ക ഒരു മരുന്ന് റെഡിയാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പം ആശുപത്രിയിലെ ഒരു വിശേഷത്തിലോട്ട് പോകാൻ നമുക്ക് തോമസ് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മുടെ കണ്ണൻ നല്ല രീതിയിൽ എഴുന്നേറ്റ് പിടിച്ച് നിൽക്കാനൊക്കെ ഉള്ളൊരു സിറ്റുവേഷനും രണ്ടടി വെക്കാനൊക്കെയുള്ള ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ നമുക്ക് അനന്തുവേട്ടനെയും മാർക്കോനെയൊക്കെ അറിയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ വിളിച്ചു പറയുക അവരുടെ അടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി. ഇതൊന്നും പറയണ്ട, വരാനായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ആദ്യം നമ്മുടെ അനന്തുവേട്ടനെ വിളിക്കുകയാണ്. അനന്തുവേട്ട ഒന്ന് ഈ തോമസ് ഡോക്ടറുടെ ഇവിടം വരെ ഒന്ന് വരാവോ, കണ്ണേട്ടൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മഹി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല തോമസ് ഏട്ടാ, ജസ്റ്റ് ഒന്ന് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയാം. അത് കഴിഞ്ഞ് മാർക്കോനെ വിളിക്കുകയാണ് മഹി. അപ്പോൾ അതിനെന്താണ് മഹാലക്ഷ്മി, ഞാനിപ്പോൾ തന്നെ വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ കോള് വെച്ചിട്ട് മാർക്കോ വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ മഹാലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കണം. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കണ്ണേട്ടൻ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കോയും നമ്മുടെ അനന്തവും കൂടെ വരാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തേ പെട്ടെന്ന് വരാൻ പറഞ്ഞ്, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപകടമോ ഉണ്ടോ കണ്ണൻ സാറേ എന്ന് മാർക്കോ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ വെറുതെ നിങ്ങളടുത്ത് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഡോക്ടർ അതുവഴി വരികയാണ്. അപ്പോൾ തോമസ് ഡോക്ടർ പറയും, നിങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ അകത്തിരുന്ന് സംസാരിക്കണല്ലോ, കുറച്ച് പുറത്തൊക്കെ പോയി നിന്ന് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ കണ്ണനെയും കൊണ്ട് നമ്മുടെ അനന്തവും മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ പുറത്തോട്ട് പോവാണ്. അങ്ങനെ അവരൊരു ഗാർഡൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതിയോ, ഒന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് നടക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്കോയും അനന്തവും മൂത്തോട്ട് നോക്കുകയാണ്, എന്താണ് ഈ ഡോക്ടർ പറയണത്, നടക്കാനോ? അപ്പം മഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്, കണ്ണൻ നടന്നു തുടങ്ങിയോ മഹി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ, അതേ കണ്ടു നോക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പരിശ്രമിച്ചെങ്കിലും കണ്ണന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് കണ്ണൻ ആ വീൽ ചെയറിൽ പിടിച്ച് കണ്ണൻ്റെയും ഇരുവശത്തും മാർക്കോയും അനന്തവും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവസാനം കണ്ണൻ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ടിട്ട് മാർക്കോയ്ക്കും അനന്തൂനും സന്തോഷം അടക്കാനായില്ല. നമ്മുടെ കണ്ണൻ സാറ് നടക്കാൻ ഇനി പറ്റി, നമ്മുടെ കണ്ണൻ സാറിന് പഴയ ജീവിതത്തിലോട്ട് എത്താൻ പറ്റി എന്നൊക്കെയുള്ള ഒരു സന്തോഷമാണ്. കാരണം അവരൊക്കെ ആത്മാർത്ഥമായിട്ട് അത്രയ്ക്കും കണ്ണനെയും മഹി ഒരുപാട് അവർ സ്നേഹിക്കുന്നു.
അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സന്തോഷവും ആ നേരം അവർക്കും അനുഭവിക്കാൻ പറ്റിയത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ നമുക്ക് എത്രയും പെട്ടെന്ന് ആ തോമസ് ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകണം. കാര്യം ഇപ്പോൾ പോയാലേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ച പോലെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, എന്തിനാ മാർക്കോ നമുക്ക് ഇപ്പോൾ പോണത്? കണ്ണൻ അവിടെ നിന്ന് പോയാൽ പോരെ അച്ഛൻ, നമുക്ക് ഈ സമയത്ത് തന്നെ പോകണം. കാരണം ഈ സമയത്ത് അവിടെ ചെന്നാലേ നമുക്ക് അവിടുത്തെ കണ്ണൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് എന്നെ പോകണം. അഥവാ എന്തെങ്കിലും നടക്കാനൊക്കെ കഴിവ് കിട്ടി എന്നുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ അറിയിക്കാണ്ട് ഒളിച്ചു വെക്കും. അപ്പോൾ അവിടെ നിന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് മേഘനാഥൻ അച്ഛനോട് പറയുകയാണ്. അങ്ങനെ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കരുണയും ഉണ്ണിയും മുത്തശ്ശിയും കൂടെ പിറന്നാളിനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മഹിയുടെ അമ്മയ്ക്കൊരു സംശയം, കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവർ പെട്ടെന്ന് എന്താണ് ഒരു പിറന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് മുന്നോട്ട് പറഞ്ഞത്? അത് മോളും മരുമോനും ഒക്കെ വരെയില്ല, അതുകൊണ്ട് നിൻ്റെ പിറന്നാളൊക്കെ ഇനി ആഘോഷിക്കുക എന്നുള്ള മട്ടിലാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ മഹിയുടെ അമ്മയ്ക്കൊരു സംശയം, ഇവർ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടാണോ? മിക്കവാറും എൻ്റെ മോക്കും മരുമോനും എതിരെ എന്തെങ്കിലും കൊല്ലാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടായിരിക്കും ഇവർ നിൽക്കുന്നതെന്നുള്ളൊരു തോന്നൽ മഹിയുടെ അമ്മയ്ക്ക് വരെയാണ്. അങ്ങനെ മഹിയുടെ അമ്മ ചിന്തിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രതാപം വരെയാണ്. പ്രതാപം വന്നപ്പോഴത്തേക്ക് മഹിയുടെ അമ്മ ചോദിക്കുകയാണ്, അതെ, നിങ്ങൾ ഇത്രയും നേരം എൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കണില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇപ്പം എന്താണ് പെട്ടെന്നൊരു മനമാറ്റം? അഥവാ എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ മുത്തശ്ശിയും മോളും കൂടെയൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരു പേടിയില്ല. കാരണം എൻ്റെ മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ അവൾ ആരാധിക്കുന്ന ആ ഈശ്വരന്മാർ സമ്മതിക്കില്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. അഥവാ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തിരിച്ചടി അവർക്ക് ആ നിമിഷം തന്നെ കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, അവൾ ആ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്ന ആ വിഗ്രഹത്തിന് അത്രയ്ക്ക് ശക്തിയുള്ള ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. എൻ്റെ മോളുടെ ജീവന് യാതൊരു കുഴപ്പവും വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് നമ്മുടെ മഹിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൂത്രധാരി നമ്മുടെ കരുണയാണ്. അപ്പോൾ കരുണ പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വകവയ്ക്കാണ്ട് പ്രതാപനും മുത്തശ്ശിയൊക്കെ പോവാണ്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും നീ വഹിക്കേണ്ട, എന്തായാലും നമ്മുടെ കരുണമോൾ ഒരു കാര്യം ആസൂത്രണം ചെയ്താൽ അതെന്തായാലും വിജയിപ്പിച്ചേ അവൾ തിരിച്ചു വരുള്ളൂ എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ രീതിയിലെല്ലാം പ്ലാൻ ചെയ്ത് വരികയാണ്. അങ്ങനെ നമ്മുടെ ദുർഗയുടെ അടുത്ത് കരുണയും ഉണ്ണിയും നിൽക്കുമ്പോൾ നമ്മുടെ കരുണ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മേ, ഇപ്രാവശ്യം എന്തായാലും എൻ്റെ അമ്മയുടെ പിറന്നാളോടുകൂടി മഹിയുടെയും കണ്ണൻ്റെയൊക്കെ ജീവിതം അവസാനിക്കാൻ പോവാണ്. അതിന് പിറന്നാളിനപ്പുറം ഇനി അവരുടെ ജീവിതം ഉണ്ടാവില്ല എന്ന് തീർത്തും പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ നിൻ്റെ പരിപാടി? അതൊക്കെ ഉണ്ട് അമ്മ, കണ്ടോ? എന്തായാലും ഞാൻ ആസൂത്രണം ചെയ്യണം, അതുകൊണ്ട് അതിനൊരു പാളിച്ചയും വരാറില്ല. ഇതുപോലെ പല സംഭവങ്ങളും ഇവരൊക്കെ ആസൂത്രണം ചെയ്തത് തന്നെ മോളെ. നമുക്ക് സന്തോഷിക്കാനുള്ള വകയൊന്നും അതിലില്ലായിരുന്നു. വീണ്ടും അത് ശക്തിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇനി അവിടെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അവിടെ പോയിട്ട് നടന്നോ? എനിക്ക് അതാണ് ഭയം. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനൊരു സ്വപ്നം കണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് രാവിലെ കാണുന്ന സ്വപ്നങ്ങൾ മിക്കതും വലിക്കാറുണ്ട്. അതാണ് എൻ്റെ ഉള്ളിൽ ഈ ഒരു പേടി നിൽക്കുന്നത്. അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. കഴിഞ്ഞ ദിവസം മൊത്തം ഞാൻ കണ്ണേട്ടൻ്റെ കാലുകളിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. അമ്മ പറഞ്ഞ് എനിക്ക് 2 കാലിനൊന്നും ഒരു ചലനവും ഇല്ല. ഒരു കാല് ഒരു ഇച്ചിരി നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അനങ്ങണു എന്നല്ലാണ്ട് മറ്റേ കാല് ചലനമറ്റ് ചത്ത കാല് പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ കരുണ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാലും മോളെ, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭീതിയാണ്. കാരണം അവൻ എങ്ങാനും നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലയെന്ന് തീർത്തും പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതിഗംഭീരമായ സംഭവങ്ങളൊക്കെയാണ്, നല്ല ട്വിസ്റ്റ് സംഭവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടെ പ്ലാൻ ചെയ്യുന്ന പദ്ധതി അവസാനം തിരിച്ചടിയായിട്ട് തന്നെ അതിൽ പലർക്കും കിട്ടുകയും അതുവഴി പല അപകടങ്ങളും പല ആപത്തുകളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. മഹാലക്ഷ്മിയെ തൊട്ട് കളിക്കുന്നവരുടെ അനുഭവം എന്താ
എന്താണ് എന്നുള്ളത് അവർക്ക് പലർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അവസാനം കരുണയ്ക്കും അത് ബോധ്യമായി വരുന്ന ആ സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തീർത്ത് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൻ നടന്നു എന്നുള്ള കാര്യം മറ്റൊരു വ്യക്തി പോലും അറിയരുതെന്ന് നമ്മുടെ തോമസ് ഡോക്ടർ പ്രത്യേകം മാർക്കോനോടും അതുപോലെ അനന്തുവിനോടും പറയുന്നുണ്ട്. അവരത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മതി ഡോക്ടറെ, കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കണ്ണൻ സാറിൻ്റെ ജീവന് അപകടമാവുമെന്ന് തീർത്തും അവർ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം കണ്ണൻ്റെയും മഹാലക്ഷ്മിക്കും അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു മുത്തുമണികളെ.